ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടും അത് ഒട്ടും യൂസ് ഇല്ല, എന്താണോ എന്തോ. പിന്നെന്തുകൊണ്ട് ആരും ചോദിച്ചതുമില്ല എന്താ വീഡിയോ ഇടാഞ്ഞെന്നും. അപ്പോൾ പിന്നെന്തുകൊണ്ട് അപ്പോൾ ഇന്നൊരു പാട്ടിൽ നിന്ന് തുടങ്ങാം. കുറേ നാളായി ഒരു പാട്ട് പാടിയിട്ട്. അപ്പം ജെന്നിഫർ കഴിഞ്ഞ ദിവസം കിടപ്പം ചേച്ചി ഈ പാട്ടൊന്നും ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് പാടാമേ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാൾ മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജാബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജാബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജാബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജാബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഓക്കെ, കണ്ണാടി എടുത്ത് മാറ്റട്ടെ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. നമ്മുടെ കുഞ്ഞു വീഡിയോ, നമ്മുടെ ഈ മുംബൈയിലെ വിജീസ് കിച്ചൻ ചാനലിലെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക കേട്ടോ. ഇന്നലെ തൊട്ട് നല്ലൊരു തലവേദന കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്കങ്ങൊരു വേദനയാണ്, സൈനസൈറ്റിസ് ആയിരിക്കാം. ഓക്കെ, അന്നേരം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ആരും ചോദിച്ചില്ല ഇന്ന് വീഡിയോ എന്താ ഇടാഞ്ഞെന്ന്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരം എനിക്ക് കിച്ചണിൽ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ മൊബൈൽ നോക്കിയുണ്ടേ അനിത ചോദിച്ചു എന്താ വിജയ ഇന്ന് കണ്ടില്ലല്ലോ എന്ന്. താങ്ക്സ് അനിത കേട്ടോ.
രാവിലെ ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം ആ ക്യാരറ്റ് എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. മൊത്തം വേണോ പകുതി വേണോ എന്ന്. എന്തോ ആണെങ്കിലും അതവിടെ ഇട്ടു. ഇതിപ്പം വേറൊരാൾക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ക്യാപ്സിക്കമാണ്. പ്രൈസൻ പോള് ക്യാപ്സിക്കം ഇടും. പ്രൈസൻ പക്ഷേ അവന് അതും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പലർക്കും പല ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ക്യാരറ്റും ഇതൊന്നും ഇവന് വേണ്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സവാളയും ബീൻസും ക്യാരറ്റും ബാക്കി ക്യാപ്സിക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ സാറ്റർഡേ ദിവസമാണ് കൂടുതലും മാഗിയുടെ. അങ്ങനെ സാറ്റർഡേ ആവാനായിട്ട് ഇവന്മാർ നോക്കിയിരിക്കും. ഇപ്പോൾ ചോപ്പ് സ്റ്റിക്ക് വാങ്ങിച്ചതുകൊണ്ട് അതുകൊണ്ട് തിന്നാൻ ഭയങ്കര കൊതിയാണ്, ഇഷ്ടവുമാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ടൊക്കെയാണ് പ്രൈസൻ രാവിലെ ഓടി വന്ന് മാഗി ഉണ്ടാക്കിയോ എന്നും പറഞ്ഞാൽ വന്നത്. കാരണം ചോപ്പ് സ്റ്റിക്കും കഴിയുമ്പോൾ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. റേച്ചാൻ ഇനി എത്തിയില്ല. അതാ 2 ചായ എനിക്ക് ഉണ്ടാക്കിയുള്ള ചായ എടുത്തത്. അപ്പം ഞാൻ ഈ ബീൻസൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇവിടെ 2 ടൈപ്പിലെ ഉണ്ടാക്കി. വെജിറ്റബിൾസ് ഇല്ലാത്ത നൂഡിൽസും വെജിറ്റബിൾസ് ഉള്ള നൂഡിൽസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ തയ്യാറായിട്ട് ചോപ്പ് സ്റ്റിക്കും കൊണ്ട് അവിടെ റെഡിയായി ഇരിപ്പായിട്ടുണ്ട്. അപ്പം ഇന്നൊരു സ്പൂണും എടുത്തിട്ടുണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി. അന്നേരം ഇന്ന് ഞാൻ നാളത്തെ കൂട്ടുള്ള മുട്ടയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവന് പോൾമോന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ 3ാമത്തെ തീരയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് അവന് ഏറ്റവും ഇഷ്ടമായത്. അപ്പം ഞാൻ ഇതിനു മുമ്പിട്ട് റെസിപ്പികൾ ഇടുന്ന സമയത്ത് എഗ് പോസ്റ്റ് എന്നും പറഞ്ഞ് അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയായിരുന്നു. അതിൻ്റെ അകത്ത് അതിങ്ങനൊന്നുമല്ല. അപ്പോൾ അവൻ പറയുന്നത് മമ്മി അതുണ്ടാക്കണേ ഒന്നെന്ന്. അതെന്ന് പറയുന്നത് എനിക്ക് ചപ്പാത്തി കഴിക്കാൻ കുഴപ്പമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അന്ന് ഉണ്ടാക്കിയതുപോലുള്ള മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നത് ജെനിഫർ USA താമസിക്കുന്നത്. എൻ്റെ അടുത്തുള്ള ചേച്ചി, ഈ നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പേടിയാവുക. നമ്മുടെ മക്കളൊക്കെ ഇനി എങ്ങനായി തീരും, എങ്ങോട്ടായി ഈ ലോകത്തിൻ്റെ പോക്ക്, നാട്ടിൽ വരാനൊക്കെ പേടിയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു അമ്മയും 2 മക്കളും ട്രെയിനിൻ്റെ മുമ്പിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത്. അതിൻ്റെ പിന്നിലെ സംഭവങ്ങളും കണ്ടില്ലേ, എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലാണെങ്കിലും അടിയും ബഹളവും കൂടിയാ. അവർക്ക് പിള്ളേർക്കാണെങ്കിലും അപ്പം കൊല്ലുക എന്നുള്ളത് ഒരു തമാശയായിട്ട് എടുത്തേക്കുക. അതെങ്ങനെ ഇപ്പം എന്ത് കുറ്റം ചെയ്താലും ഗവൺമെൻറ് കുറച്ച് നാൾ അവരെ പിടിച്ചിടും, അകത്തിടും. പിന്നെ ഇത് അവരെ പാർട്ടിക്കാരൊക്കെ ചേർന്ന് ഇറക്കും. വീണ്ടും ആർക്കും ഒരു പേടിയില്ലാതായിപ്പോയി. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ടീച്ചർ ആ സ്കൂളിൽ പഠിപ്പിച്ച സ്കൂളിൽ ഉണ്ടായ സംഭവത്തിനെ പറ്റിയ ടീച്ചർ പറയുന്നത്, ഞാനും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതാ. വീണ്ടും ടീച്ചർമാരുടെ ഈ വടി കൊടുക്ക്, പിള്ളേർ നന്നാവട്ടെ. വടി കൊടുത്ത് അടിച്ച് അങ്ങ് നന്നാക്കണമെന്നല്ല, തെറ്റ് കണ്ടാൽ ഇപ്പം പേരൻസിന് പോലും മക്കളെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ, പേടിയല്ലേ. ഈ ഒരുവിധം ഓർത്താൽ ശരിയാ. ഈ ടീച്ചർമാരുടെ ഈ വടി സമ്പ്രദായം നിർത്തിയത് പിള്ളേർക്ക് ഒത്തിരി ആച്ചായി പോയിട്ടുണ്ട്. ടീച്ചർമാരൊക്കെ കൊടുത്തൊരു ബഹുമാനമില്ല. പേരൻസ് വല്ലതും പറഞ്ഞാൽ അവരെ ഭീഷണി. പിന്നെ മെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ മൊബൈലിലെ ഗെയിം കളി. ഞാനതാ എപ്പോഴും ഈ കൊച്ചവനോട് പറയുന്നത്, ആ ഗെയിം കളി വേണ്ടാത്ത ഇതൊന്നും എല്ലാം അങ്ങനെയുള്ളത് അവനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കത്തില്ല. ഇപ്പം നമുക്കറിയാൻ വയ്യാത്തത് തന്നെ അവർക്കെല്ലാം അറിയാമല്ലേ, മൊബൈലിൽ അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലോകം എങ്ങോട്ടുള്ള പോക്ക്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുത്ത് ഇത് കബോർഡിൻ്റെ അകത്തൊക്കെ വെക്കുന്നത്. എത്ര നാൾ നമ്മൾ കബോർഡിൽ വെക്കും, എത്ര നാൾ ഇവരെ നമ്മൾ പിടിച്ചു വെക്കും. ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടിനങ്ങ് ദേഷ്യമാണ്. എന്നാൽ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പേരൻസ് അലയ്ക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കുന്നേ ഇല്ലെന്നുള്ളതാണ്. ഇപ്പം കേരളമെന്നല്ല, എല്ലായിടത്തും ഇതുപോലൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം എടുത്ത് നമ്മൾ ഈ ന്യൂസ് ഇങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നു. ഓരോ ദിവസം നോക്കും തോറും ഓരോന്നാണ്.
ഞാൻ ഈ വൈകിട്ട് നടക്കാൻ പോകത്തില്ലേ, ഗാർഡൻ അത് BMC ഗ്രൗണ്ടിലാന്നേലും അല്ലാത്ത ഒരു ഗാർഡനുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നടക്കാൻ. ഒരു 10 മണി വരെ, 10 മണിയാകുമ്പോഴത്തേനും ആ ഗേറ്റ് അടയ്ക്കും. അത് കഴിഞ്ഞും റോഡിൽ കൂടെ ആൾക്കാർ നടക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഈ നടക്കുന്ന ഒരു ഗാർഡൻ പോലെ ആകുമ്പം ചില സ്ഥലത്ത് ഈ ലൈറ്റിൻ്റെ ഒരു ഇച്ചിരി അന്ധകാരം പോലെ കാണും. അവിടെ ബെഞ്ചും ഉണ്ട്. അപ്പോൾ ആ സ്ഥലം പിടിച്ച കൊച്ചു കോളേജിലെ ചെറുക്കന്മാരും പെൺപിള്ളേരും വന്ന് അവിടെ ഇരുന്ന് കഴുത്ത് കൈയിടക്കവും കാലെ കൈയിടക്കവും ഇങ്ങനെ ഇരിക്കുന്നത്. അത് ആരും മൈൻഡ് ചെയ്യത്തില്ല. നടക്കുന്നവർ നടക്കും. അവർ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്നേ, പിള്ളേർ ക്ലാസ്സിന് പോയി അല്ല ട്യൂഷന് പോയി. വീട്ടുകാരെന്തോ ചിന്തിക്കുന്നത്, ട്യൂഷന് പോയി. ഒരു സമയമാകുമ്പം ട്യൂഷൻ കഴിയുന്ന സമയമാകുമ്പം കയറി ചെല്ലും. കുത്തിയിരിക്കുന്ന കാണണം. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കും. ദൈവമേ, എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മോഹം നമുക്ക് ഇത് ചിന്ത വരുന്നത്. പാവം അപ്പനമ്മയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ പഠിക്കാൻ വിട്ടിട്ട് ട്യൂഷന് വിടുന്ന സമയത്ത് ഇതൊക്കെയാണ് കട്ട് എന്നാൽ ഈ പെൺകൊച്ചുങ്ങൾ ചിന്തിക്കുന്നില്ല. പണ്ടുള്ളവർ പറയുന്ന പോലെ ഇല വന്ന് മുള്ളേ വീണാലും മുള്ള് വന്ന് ഇല വീണാലും ഇലയ്ക്കാ കേട്. അത് ഈ പെൺകൊച്ചുങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു സമയത്തെ കഴുത്തെ കൈയിടുമ്പോഴത്തേക്കിന് അവരുടെ ചിന്ത അങ്ങ് വേറെന്തെങ്ങാണ്ട. അന്നേരം അവർ ചിന്തിക്കുന്നത്, അയ്യോ എന്നോടെന്തോ സ്നേഹമാണ്, എൻ്റെ മരണം വരെ എൻ്റെ കൂടെ കാണും, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എനിക്കിന്ന് ഉച്ചക്കത്തേക്കേ എല്ലാം ചെയ്തിട്ടേ നെല്ലിക്ക അച്ചാറിടാനുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നെല്ലിക്ക ഒന്ന് ആ ഷോട്ട് ചില സമയത്ത് എനിക്ക് പറ്റുന്ന അബദ്ധം എന്തോന്നോ, മൊബൈലെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തെല്ലാം സൂം ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ ഓഫാക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് അത് ഓണല്ലെന്നറിയുന്നത്. അപ്പം ഞാൻ നെല്ലിക്ക ആവി കയറ്റാൻ വെച്ചതും എല്ലാം, നെല്ലിക്ക കഴുകുന്ന എല്ലാം ഞാൻ ചെയ്തത്, എന്നിട്ട് ഓഫാക്കാൻ ചെന്നുകൊണ്ട് എന്തോ അത് ഓണല്ലായിരുന്നു. ആ പാർട്ടൊന്നും കിട്ടിയില്ല. മീൻസ് ഞാൻ ഓണാക്കിയില്ലല്ലേ. അപ്പോൾ എനിക്കിതെല്ലാം ചെയ്തിട്ട് നെല്ലിക്ക അച്ചാറിടണം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായതാണ്. സാറ്റർഡേയിലെ വീഡിയോ ആയത്. അപ്പോൾ നെല്ലിക്ക അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. ഇന്ത്യയിൽ എവിടെയും ഞാൻ അയച്ചു കൊടുക്കുമേ. ഇപ്പം നിങ്ങളിത് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയാനുള്ള കടമ, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, അത് ഞാൻ ഒരാടുത്ത് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കഥവാ വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതാണ് കേട്ടോ. ചിലർ കേട്ട് മടുത്ത് കാണിച്ച് ചിന്തിക്കും, എന്തിനാ വിജി എന്നും ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാ ചേച്ചി ഇതെന്നും ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ ബിസിനസ് നമ്മൾ പറയുന്നതിന്, എൻ്റെ വായും കൊണ്ട് പറയുന്നതിന് ടാക്സ് കൊടുക്കണ്ടല്ലേ. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്താ ഒരു ഇറിറ്റേറ്റ് തോന്നുന്നെങ്കിൽ ഒറ്റ സ്കിപ്പ് അടിച്ചങ്ങ് വയ്ക്കും കേട്ടോ. അവിടെ കട്ട് ചെയ്തങ്ങ് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ എടുത്ത ആ മുട്ടയുടെ തോടെല്ലാം ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുന്നുണ്ട്. കാരണം ഈ മുട്ടയുടെ ലിക്വിഡ് ഇരിക്കുമ്പോഴേ എന്തോ എന്നാലും ഒരു സ്മെല്ല് വരും നമ്മളത് പൊടിക്കുമ്പോഴൊക്കെ. അപ്പം എനിക്ക് ആ കാന്താരിയുടെ കണ്ടപ്പോൾ തൊട്ട് എനിക്കറിയാം ഇത് നല്ലൊരു വിറ്റാമിൻ ചെടികൾക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ടിപ്സാണ്. അതുകൊണ്ട് ഞാൻ ഇത് കഴുകി വെച്ചിട്ട് വീണ്ടും ഇനി എനിക്കൊരു തുളസിയൊക്കെ എന്തോ അതിന് നാട്ടിലുണ്ടെങ്കിൽ ഒരു തുളസിയൊക്കെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനിങ്ങനെ കഴുകിയിട്ടേ ബാൽക്കണിയിലോട്ട് കൊണ്ടുവെക്കട്ടെ മുറത്തിൻ്റെ അകത്ത്. അപ്പോൾ അത് ഉണങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴേലും പൊടിക്കാം. പ്രൈസൻ നന്നായി തല തോർത്ത്. അല്ല ഇപ്പൊ എടുത്തില്ലേ അത്. അപ്പം ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിനെ ഒന്ന് തിരിച്ചിടട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ചപ്പാത്തിക്കാർക്കൊക്കെ ചപ്പാത്തി കൊടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ പരിപാടി ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഒതുക്കിയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലേ. അല്ലെങ്കിൽ ഇപ്പം ചപ്പാത്തി കൊടുക്കാനൊന്നും സമയമായില്ല. എന്നാലും എനിക്കിത് ചെയ്യേണ്ടിയിട്ട് ഞാൻ അങ്ങ് ചപ്പാത്തി കൊടുക്കാമെന്ന് വെച്ച്. ഞാൻ നെല്ലിക്ക ആവി കയറ്റി വെച്ചതേ ഉള്ളൂ. പിന്നെ എനിക്കിനി അത് പോയി അരിയൊക്കെ ചെയ്യണം. അതിന് ശേഷം പിന്നെ അച്ചാറിടണം. അപ്പോൾ എൻ്റെ കഴിപ്പ് ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, പക്ഷേ എന്തോ ചെയ്യും, ഒരു ജോലി ചെയ്യാനാണെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അത് ചെയ്തിട്ടേ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇപ്പം വെളുത്തുള്ളിയുടെ വില ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എത്ര രൂപയാണ്?
അപ്പം ഞാനിപ്പം വെളുത്തുള്ളിയൊക്കെ എല്ലാം ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പം നെല്ലിക്കായൊക്കെ ഇട്ട് ഒന്ന് ഞാൻ കുറേ നേരം ഇങ്ങനെ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കും. ചിലപ്പം ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നെല്ലിക്ക അങ്ങ് ഇടുമായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ നെല്ലിക്ക ആ എണ്ണയിൽ കിടന്ന് കുറേ നേരം വഴറ്റിയെടുക്കും ഞാനൊന്ന്. അതിന് ശേഷമാണ് മസാലകളൊക്കെ ഇങ്ങനെ ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. ഇതിപ്പം USA പറക്കാനോടുണ്ട് ഇതിൻ്റെ അകത്ത്. അവിടെയും കൂടെ കൊടുക്കാനുള്ള അച്ചാറായത്. അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.